പത്തനംതിട്ട അടൂരിൽ റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനെ പോലീസ് അകാരണമായി മർദ്ദിച്ചതായി പരാതി. ദളിത് സംഘടനാ നേതാവും റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനുമായ ബാബുവാണ് അടൂർ SI ആയിരുന്ന അനൂപ് ചന്ദ്രനെതിരെ പരാതി നൽകിയത്. കാലിലും ശരീരത്തിലും ബൂട്ടിട്ട് ചവിട്ടി മർദ്ദിച്ചുവെന്നാണ് പരാതി. കൂടുതൽ വിവരങ്ങളുമായി ശശിനാരായണൻ. സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോവുകയും സർക്കിൾ ഇൻസ്പെക്ടർ അത് പരിഹരിക്കുകയും അത് കാര്യങ്ങൾ മനസ്സിലാക്കി ആ കേസിന് ആസ്പദമായ യാതൊരു വസ്തുതകളും നിലനിൽക്കുന്നതായിട്ടല്ല, അതിന് വ്യാജമായിട്ടുള്ള ഒരു പരാതിയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം അത് പരിഹരിച്ച് രണ്ടുപേർക്കും എഴുതി, കേസില്ല, രണ്ടുപേർക്കും പരാതിയില്ല എന്ന് എഴുതി ഒപ്പിടാൻ പറഞ്ഞതിന് ശേഷം, ഒപ്പിട്ടിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങനെ അതിന് വെയിറ്റ് ചെയ്യുമ്പോഴാണ് സബ് ഇൻസ്പെക്ടറായ അനൂപ് ചന്ദ്രൻ ഒരു പ്രതിയെ പോലെ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ എന്നുള്ള ഒരു രീതിയിൽ കാണുകയും ആ രീതിയിൽ പെരുമാറുകയും ഞാനൊരു റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന് പറയുകയും അപ്പോൾ ഒരു സമുദായത്തിന്റെ സെക്രട്ടറി ആണെന്നും താലൂക്കിന്റെ ഒരു ഖജാൻജിയാണെന്നൊക്കെ പറഞ്ഞപ്പോഴും അത് എന്റെ സമുദായത്തെയും എന്നെയും വ്യക്തിപരമായും ഈ ജോലി സംബന്ധമായ ബാങ്കിനെ അടക്കം അധിക്ഷേപിച്ചിട്ടാണ് എന്നെ പോലുള്ള ഒരാളെ ഇവിടെ ഭൂമിയിൽ പോലും വെച്ചേക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹം വന്ന് ഉപദ്രവിക്കുകയായിരുന്നു ചെയ്തത്. കാലിൽ വളരെ നികൃഷ്ടമായി അദ്ദേഹത്തിന്റെ കനത്ത ബൂട്ടിട്ട് എന്റെ കാലിന്റെ പാദത്തിന് മുകളിൽ ചവിട്ടുകയായിരുന്നു ചെയ്തത്. വലത്തെ കാലുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ചവിട്ടുകയാണ്. അങ്ങനെ മുറിവുണ്ടാകുകയും ഹോസ്പിറ്റലിൽ പോയി അത് മുറിവിന് മരുന്ന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുകളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഈ അനൂപ് ചന്ദ്രൻ SIക്ക് എന്താണ് അവിടെ നമ്മൾ ആവശ്യപ്പെടുന്നത്? അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പുറത്താക്കണം. അദ്ദേഹം ഇനി ഇതുപോലെ സാധാരണ ഒരു ആളുകൾ വന്നാൽ എന്തായിരിക്കും ചെയ്യുക? അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം സർവീസിൽ തുടരാൻ അർഹനല്ല. അദ്ദേഹത്തെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യേണ്ട എന്നാണ് ശക്തമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ശശിനാരായണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശശി, പോലീസിനെതിരെ കൂടുതൽ പരാതികൾ ഉയരുകയാണല്ലോ. ഇപ്പോൾ ഈ പത്തനംതിട്ട അടൂരിൽ റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ് മർദ്ദനമേറ്റത് എന്നതാണ് പരാതി. ഈ സംഭവത്തിന് ഏത് ദിവസമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്? ഈ പരാതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്തൊക്കെ വിശദീകരിച്ചാണ്? അശ്വതി, മെയ് 27 ഇത്തരം ഒരു പരാതി, സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട ചില പരാതിയുമായിട്ടാണ് ഈ പള്ളിക്കൽ സ്വദേശിയായ ബാബു, റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. അയാൾ ഒരു സമുദായ സംഘടന, ദളിത് സംഘടനയുടെ നേതാവ് കൂടിയാണ്. അടൂർ പോലീസ് എത്തുന്നു. അടൂർ പോലീസിൽ പരാതി കൊടുത്തതിനു ശേഷം സർക്കിൾ ഈ വിഷയം പരിഹരിക്കുകയും ഈ വിവാദത്തെ വിളിച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള തീരുമാനം എത്തുകയും ചെയ്തതിന്റെ സമയത്താണ് അനൂപ് ചന്ദ്രൻ SI സ്റ്റേഷനിലേക്ക് വരുന്നത്. വരുന്ന സമയത്താണ് ഈ ബാബുവിനോട് വളരെ മോശമായ രീതിയിൽ ഒരു പ്രകോപനമില്ലാതെ പെരുമാറി അദ്ദേഹത്തെ മർദ്ദിക്കുകയും അദ്ദേഹത്തിന്റെ ബൂട്ടിട്ട കാലുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലിലും ശരീരത്തിൽ ചവിട്ടുകയൊക്കെ ചെയ്തത്. ഏതായാലും കാലിന് മുറിവുകളൊക്കെ പറ്റി അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിന്റെ രേഖകളും ഒക്കെ അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. പക്ഷേ പോലീസിനെതിരെ അദ്ദേഹത്തിന്റെ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിക്കുകയൊക്കെ പബ്ലിക് പോലീസിന്റെ മറ്റ് സഹപ്രവർത്തകരൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ ഈ അദ്ദേഹത്തെ ജാതി അധിക്ഷേപം നടത്തുകയൊക്കെ ചെയ്യുന്ന സമയത്തും ഇതിനെതിരെ ഒരു നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായില്ല. SIക്കൊക്കെ പരാതി കൊടുത്തിരുന്നു. പക്ഷേ നിലവിൽ സംഘടനയുടെ നേതൃത്വത്തിൽ സമരം അടക്കമുള്ള കാര്യങ്ങൾ സ്റ്റേഷന് മുന്നിൽ നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ SIയെ സ്ഥലം മാറ്റി എന്നുള്ളതല്ലാതെ മറ്റ് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് ഈ സംഘടന ആവശ്യപ്പെടുന്നത്, ഒപ്പം ബാബുവും ആവശ്യപ്പെടുന്നത്. കാരണം ഒരു പരാതിയുമായി സ്റ്റേഷനിൽ ചെല്ലുന്ന ഒരു പ്രകോപനമില്ലാത്ത ഒരു വ്യക്തിയെ പോലീസ് അകാരണമായി മർദ്ദിക്കുകയും ഒപ്പം ജാതീയപരമായി അധിക്ഷേപിക്കുകയും ചെയ്യുന്ന നടപടിയിൽ മുഖ്യമന്ത്രിക്കടക്കം പരാതി കൊടുത്തിട്ടും ഇതിലൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ സംഘടന നേതാവ് കൂടിയായ ബാബു പറയുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് വലിയ ആക്ഷേപമാണ് ഇക്കാര്യത്തിൽ ഉയർന്നത്. സമീപകാലത്തുണ്ടായ പോലീസ് മർദ്ദനങ്ങളുടെ എല്ലാം കേസുകൾ ഓരോന്നായി പുറത്തു വരുന്ന സമയത്താണ് ഇത്തരത്തിൽ ഓരോ പരാതികൾ അനുഭവസ്ഥരായ ആളുകൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത്. കഴിഞ്ഞ ദിവസം SFI നേതാവായ ജയകൃഷ്ണൻ ഇത്തരത്തിൽ കോന്നി പോലീസിന്റെ ക്രൂരമായി മർദ്ദനം ഏൽക്കേണ്ടി വന്നു. അദ്ദേഹം ഇപ്പോൾ DSK ആലപ്പുഴയിലുണ്ട്. മധുബാനെതിരെയാണ് ജയകൃഷ്ണൻ പരാതി നയിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പള്ളിക്കൽ സ്വദേശിയായ ബാബു പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. നിരവധി പരാതികൾ മുഖ്യമന്ത്രിക്കടക്കം പോലീസിനൊക്കെ കൊടുത്തിട്ടും അദ്ദേഹത്തെ ഈ ആരോപണവിധേയനായ ഉദ്യോഗസ്ഥരെ അടൂരിൽ നിന്ന് സ്ഥലം മാറ്റുക മാത്രമാണ് പോലീസ് ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ ബാബുവിലേക്ക്. എന്തായാലും കൂടുതൽ നടപടി വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അശ്വതി, ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകി. എന്തായാലും ഓരോ ദിവസവും ഒന്നിലധികം പരാതികൾ പോലീസിനെതിരെ ഉയരുന്നു എന്നുള്ളതാണ്. PG പോലീസ്